ചേരികളിൽ നിന്ന് ദുരൂഹ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കാണാതായവരുടെ എണ്ണം ദിനം പ്രതി ഏറി വന്നു. രാജ്യം നടുങ്ങിയ പരമ്പര കൊലപാതകങ്ങൾ ഒരിക്കൽ കൂടി നിദാരിയിലേക്ക്. ക്രൈം സ്റ്റോറി. ഇന്ത്യയെ ആകെ നടുക്കിയ സ്വാതന്ത്ര്യ ഇന്ത്യയിലെ ഏറ്റവും ക്രൂരമായ പരമ്പര കൊലപാതകങ്ങളിൽ ഒന്നാണ് 2006 നിദാരി കൊലപാതക കേസ്. ഉത്തർപ്രദേശിലെ നോയിഡയിലുള്ള നിദാരി എന്ന ഗ്രാമത്തിൽ നടന്ന ഈ ക്രൂരതയുടെ കാണാക്കാഴ്ചയിലേക്ക് കാണാം ക്രൈം സ്റ്റോറി. നോയിഡയിലെ സെക്ടർ 31-ലുള്ള D5 എന്ന ആഡംബര ബംഗ്ലാവിലാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത്. വ്യവസായിയായ മുനീന്ദർ സിംഗ് പന്തേർ എന്നയാളുടേതായിരുന്നു ആ വീട്. അയാളുടെ വീട്ടിലെ വേലക്കാരനായിരുന്നു സുരേന്ദ്ര കോലി. 2004 മുതൽ 2006 വരെയുള്ള കാലയളവിൽ നിദാരി ഗ്രാമത്തിലെ ചേരികളിൽ നിന്ന് നിരവധി കുട്ടികളെയും സ്ത്രീകളെയും ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയുണ്ടായി. എന്നാൽ പാവപ്പെട്ടവരായ ഇവരുടെ പരാതികൾ അന്വേഷിക്കാൻ പോലീസ് തുടക്കത്തിൽ തയ്യാറായില്ല. 2006 മെയ് മാസത്തിൽ പായൽ എന്ന യുവതിയെ കാണാതായതോടെയാണ് കേസിന് നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നത്. അവൾ അവസാനമായി പോയത് പന്തേറിന്റെ ബംഗ്ലാവിലേക്കാണെന്ന് പോലീസ് കണ്ടെത്തി. തുടർന്ന് 2006 ഡിസംബർ 29-ന് ബംഗ്ലാവിന്റെ പിന്നിലെ അഴുക്കുചാലിൽ നിന്നും പരിസരത്തും നിന്നുമായി നിരവധി മനുഷ്യ അസ്ഥിക്കൂടങ്ങളും തലയോട്ടികളും പ്ലാസ്റ്റിക് കവറിലാക്കിയ നിലയിൽ പോലീസ് കണ്ടെടുത്തു. തുടർന്ന് പന്തേറിനെയും വേലക്കാരൻ കോലിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അന്വേഷണത്തിൽ ഏകദേശം 19-ലധികം ഇരകൾ ഇവിടെ ക്രൂരമായി കൊല്ലപ്പെട്ടതായി വ്യക്തമായി. പ്രാഥമിക അന്വേഷണത്തിലും CBI ചോദ്യം ചെയ്യലിലും സുരേന്ദ്ര കോലി സംബന്ധിച്ച കാര്യങ്ങൾ രാജ്യാന്തര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. മിഠായിയോ പണമോ നൽകി കുട്ടികളെ ബംഗ്ലാവിലേക്ക് ആകർഷിക്കുകയാണ് കോലി ആദ്യം ചെയ്തിരുന്നത്. തുടർന്ന് അവരെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയും മൃതദേഹങ്ങളെ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്തു. കൊലപാതകത്തിന് ശേഷം മൃതദേഹം ബാത്റൂമിൽ കൊണ്ടുപോയി കഷ്ണങ്ങളാക്കി മുറിച്ചു. തലയോട്ടികളും അസ്ഥികളും വീടിനു പിന്നിലെ അഴുക്കുചാലിൽ തള്ളി. കൊല്ലപ്പെട്ട ഇരകളുടെ ചില ശരീരഭാഗങ്ങൾ പാകം ചെയ്ത് കഴിച്ചിരുന്നതായും പോലീസിനോട് കോലി സമ്മതിച്ചിരുന്നു. അഴുക്കുചാലിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ വെട്ടിമുറിച്ചിരിക്കുന്നത് വളരെ കൃത്യതയോടെയായിരുന്നു. ഒരു സാധാരണക്കാരനായ വേലക്കാരന് ഇത്രയും കൃത്യമായി ശരീരഭാഗങ്ങൾ വേർപെടുത്താൻ കഴിയില്ലെന്നും ഇതിനു പിന്നിൽ മനുഷ്യ ശരീരഘടന നന്നായി അറിയാവുന്ന ആരെങ്കിലും, അതായത് ഡോക്ടർമാരോ മറ്റോ ഉണ്ടായിരിക്കാമെന്നും നോയിഡയിലെ ചീഫ് മെഡിക്കൽ സൂപ്രണ്ട് സംശയം പ്രകടിപ്പിച്ചു. കുട്ടികളുടെ വൃക്കകളും മറ്റ് ആന്തരികാവയവങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാൻ വേണ്ടി മാഫിയകളാണ് ഇതിന് പിന്നിലെന്ന ശക്തമായ സംശയമുയർന്നു. പന്തേറിന്റെ ബംഗ്ലാവിന് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ഡോക്ടർ മുൻപ് 1997-ൽ ഒരു വൃക്ക കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഈ വഴിക്ക് കൃത്യമായ അന്വേഷണം നടത്താൻ പോലീസിനോ CBIക്കോ കഴിഞ്ഞില്ല. കേസിന്റെ ഭീകരത കണക്കിലെടുത്ത് വിചാരണ കോടതി ഇരുവർക്കും വധശിക്ഷ വിധിച്ചു. എന്നാൽ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം കേസിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവുണ്ടായി. സുരേന്ദ്ര കോലി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ കുറ്റസമ്മത മൊഴിയാണ് പ്രോസിക്യൂഷൻ പ്രധാന തെളിവായി ഉയർത്തിക്കാട്ടിയത്. എന്നാൽ ഈ മൊഴി എടുക്കുന്നതിന് മുൻപ് കോലിയെ 60 ദിവസത്തോളം പോലീസ് നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിച്ചു. പോലീസിന്റെ ഭീഷണി ഭയന്നാണ് ഇയാൾ അത്തരമൊരു മൊഴി നൽകിയതെന്നും സ്വമേധയാ നൽകിയതല്ലെന്നും കോടതി കണ്ടെത്തി. മൃതദേഹങ്ങൾ മുറിക്കാൻ ഉപയോഗിച്ചു എന്ന് പോലീസ് പറഞ്ഞ കത്തി, കോടാലി തുടങ്ങിയ ആയുധങ്ങളിൽ മനുഷ്യന്റെ രക്തക്കറകളൊന്നും കണ്ടെത്താൻ ഫോറൻസിക് ലാബുകൾക്ക് കഴിഞ്ഞില്ല. കേസിൽ ശാസ്ത്രീയമായ തെളിവുകളോ വിശ്വസനീയമായ സാക്ഷിമൊഴികളോ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. കേവലം സംശയങ്ങളുടെ പുറത്ത് ഒരാൾക്ക് വധശിക്ഷ നൽകാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷവും യഥാർത്ഥ കുറ്റവാളി ആരാണെന്ന് നിയമത്തിന് മുന്നിൽ തെളിയിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയാതെ പോയതിനാൽ പ്രതികളെല്ലാം കുറ്റവിമുക്തരാക്കപ്പെടുകയും രാജ്യം കണ്ട ഏറ്റവും വലിയ ക്രൂരതയ്ക്കിരയായ കുട്ടികൾക്ക് നീതി ലഭിക്കാതെ പോവുകയും ചെയ്തു.